ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടൂർ പോയ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഗായ്സ്. ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഡാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിതച്ചു. പിന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ടയേർഡായിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. വെള്ളമൊക്കെ വറ്റി കിടക്കുകയായിരുന്നു കേട്ടോ. ചൂടായിരുന്നു കൊണ്ട് ഏറ്റവും അടിയത്തെ തട്ടിലായിരുന്നു കേട്ടോ മീറ്ററിൻ്റെ കടന്നിട്ടുണ്ടായിരുന്നത് വെള്ളം. അവിടെ അടിപൊളിയായിരുന്നു ഗൈസ്. ഒരുപാട് നീളമുണ്ട് കേട്ടോ ഡാമിന് നീളമുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര തിരക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പാർക്ക് പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാർക്ക് പോലത്തെ ജിം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഒരുപാട് നേരം കളിച്ചു കേട്ടോ. ഒരുപാട് നാളായിട്ടോ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പാർക്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട്. അതുകൊണ്ട് നല്ലോണം ചിരിച്ച് കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് താഴ്ത്തിയപ്പോൾ പേടിച്ച് വീഴാൻ പോകണ പോലെ ഞാൻ തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ സാധനത്തുമ്പോൾ കയറി. താനും ഇവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കേണ്ട, ഞാനും ഇതിൽ കയറിയിട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നുമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനും കയറി, ചേച്ചിയും കയറി. ഇത് ഞാൻ കയറിയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കയറിയ വീഡിയോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അവർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, വീഡിയോ കുറച്ച് ഫോൺ ടൈറ്റാക്കിയൊക്കെ പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ്. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞായിരുന്നു പക്ഷെ പെട്ടെന്ന് തീർന്നു കേട്ടോ ഗൈസ്. എന്ത് രസമായിരുന്നു അറിയോ. നല്ലോണം എൻജോയ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് സിപ്പ് ലൈനിൽ കയറുന്നത്. ഇത് ഭയങ്കര അധികം ആഴൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സിമ്പിളായിട്ട് അപ്പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് ഗൈസ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു, എന്നാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു വ്യൂ പോയിന്റിൽ പോയി. അവിടെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഗൈസ്. അവിടെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പോയ ഡാമൊക്കെ അവിടെ നിന്നിട്ട് കാണാമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയപ്പോൾ എല്ലാ സ്ഥലങ്ങളും കുഞ്ഞായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ വണ്ടിയിൽ വേറെ ആൾക്കാർ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് പുറത്തെ റോട്ടിൽ. ഞങ്ങളുടെ വണ്ടിയുടെ ഉള്ളിൽ ഞങ്ങൾ ഓരോരുത്തരായിട്ട് പാട്ട് പാടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയ എൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ സൂം ചെയ്തൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇവിടെ അണ്ണാൻകുട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗാർഡനിൽ കയറി. ഞാൻ പറയുന്ന ഗൈസ് നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളത് കണ്ട് മനസ്സിലാക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഗൈസ് പറയാൻ പറ്റുള്ളൂ. എന്തോ വെറി പിടിച്ച മാതിരിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു വ്യൂ പോയിന്റിൽ പോയിട്ടുണ്ടായിരുന്നു, കേശവമല അങ്ങനെ എന്തായിരുന്നു. കഴിഞ്ഞിട്ട് അവിടുത്തെ കുളത്തിലും ഞങ്ങൾ കാലിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ മീനൊക്കെ വന്ന് ഞങ്ങളുടെ കാലുമൊക്കെ കൊത്തുന്നുണ്ടായിരുന്നു. എനിക്ക് ഇക്കിളേറ്റ് വയ്യായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്.